السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. قال الله عز وجل: إنما بعثت معلما. قال رسول الله: لو رأت نسوان نادي لي زليخا وجه هادي لم يقطعنا الأيادي بل لروح يفتدينا أمة سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനവും അതിലപ്പുറം സ്നേഹവുമുള്ള അഭിമന്യരായ തങ്ങൾ അവർകളെ, ഈ മഹത്തായ സ്റ്റേജിലും ഈ സദസ്സിലുമായി അണിനിരന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ മുത്തുനബിയുടെ ഉത്തമ അനുയായികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നമ്മുടെ ഒരുമിച്ച് കൂടലും കാണലും പറയലും പിരിയലുമെല്ലാം നമ്മുടെ ഭാവി ജീവിതത്തിന് അള്ളാഹു നല്ലൊരു മുതൽക്കൂട്ടാക്കുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നല്ല സദസ്സാണ്. ഞാൻ തലക്ക് ഒരു ഖാലല്ലാഹു അടിച്ചപ്പോ പല സ്ഥലത്തും അതിന് മറുപടി അത് ഏറ്റിട്ട് സുബ്ഹാനഹു വ തആല പറയൽ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനല്ല. ഇവിടെ അതിനൊന്നും കോട്ടം പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, പഴമകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു ഈ പഴമയിലൂടെ തന്നെ സഞ്ചരിച്ച്, പഴമക്കാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശത്തിലൂടെ സഞ്ചരിച്ച് അവരെത്തുന്ന സ്വർഗലോകത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവും ജന്മമാസവും ആചരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. റസൂലുള്ളാഹിയെ നാം ഒക്കെ സ്നേഹിക്കുന്നു, നാം ഒക്കെ സ്നേഹിക്കേണ്ടതുമുണ്ട്. മാഹാത്മ്യത്തിന്റെ ഏത് അളവുകോലെടുത്ത് പരിശോധിച്ചാലും ആ വിഷയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് മുത്തുനബിയാണെന്ന് ബോധ്യപ്പെടാൻ യാതൊരു പ്രയാസവുമില്ല. അത് നാം മനസ്സിലാക്കിയതുമാണ്. കുറച്ച് മാത്രമേ ഞാൻ പറയൂ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്ന കാലഘട്ടം ലോകത്തെ ഏറ്റവും കൂരിരുട്ടുള്ള കാലഘട്ടമായിരുന്നു, ഏറ്റവും കറുത്തിരുണ്ട കാലഘട്ടം. അതിനേക്കാൾ മോശപ്പെട്ട ഒരു കാലം അതിന് മുമ്പോ ശേഷവും ഉണ്ടായിട്ടില്ല. അത്ര മോശമായിരുന്നു. മനുഷ്യനെ പിടിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ത്വായിഫ് എന്ന സ്ഥലത്ത് ഹാരിസ് എന്നൊരാൾ, അദ്ദേഹത്തിന്റെ കുടുംബം സുഖമായിട്ട് ജീവിക്കുന്നു. ആ ഹാരിസിന് കുറെ നാളുകൾ കാത്തിരുന്നതിന് ശേഷം ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് സെയ്ദ് എന്നാകുന്നു, സെയ്ദ് ബിൻ ഹാരിസ്. കുറെ കാലം കാത്തിരുന്ന് കിട്ടിയ മകനായതുകൊണ്ട് ഉമ്മയും ബാപ്പയും എല്ലാ സമയത്തും ഈ കുട്ടിയെ തന്നെ നോക്കിയിരിക്കുന്നു. കുട്ടിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത്രയും സ്നേഹമായിരുന്നു. ഒരിക്കൽ ഉമ്മ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസം എന്റെ വീട് മക്ക, അവിടെ പോയിട്ട് താമസിക്കാൻ നിങ്ങളൊരു സമ്മതം തരണം. കുറെ കാലമായിട്ട് കുടുംബങ്ങളെ കണ്ടിട്ടും അവരൊന്നിച്ച് ജീവിച്ചിട്ടൊക്കെ നാളുകൾ കുറയായി. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ നിങ്ങളൊരു സമ്മതം തരണം. ഇത് കേട്ടപ്പോൾ വളരെ ലളിതമായ ആവശ്യമല്ലേ, ഭർത്താവ് അതിന് സമ്മതം കൊടുത്തു, നിനക്ക് പോകാം. ഭാര്യ പറഞ്ഞു, എന്നാൽ സെയ്ദുമായിട്ടാണ് ഞാൻ പോകുന്നത്. അത് പറ്റില്ല, സെയ്ദിനെ കൊണ്ടുപോകാൻ
ഞാൻ സമ്മതിക്കില്ല. സെയ്ദിനെ കാണാതെ എനിക്കൊരല്പസമയം പോലും നീക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സെയ്ദിനെ കൊണ്ടുപോകണം എന്ന ആ പിടിവാശി അവസാനിപ്പിക്കണം. അവള് പറഞ്ഞു, സെയ്ദില്ലാതെ പോകാൻ പറ്റില്ല. സെയ്ദിനെ കുറിച്ച് എല്ലാവരും ചോദിക്കും. അതുകൊണ്ട് സെയ്ദിനെ എല്ലാവർക്കും കാണേണ്ടതുണ്ട്. അതാണ് ഞാൻ പോകാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് അതിനെ അനുവദിക്കണം. വളരെയേറെ നിർബന്ധിച്ചപ്പോൾ നിശ്ചയിച്ച ദിവസങ്ങളിൽ നിന്ന് ഏതാനും ദിവസം വെട്ടിച്ചുരുക്കിയിട്ട് സമ്മതം കൊടുത്തു. ഇതാ ഇന്ന് രാത്രി ആ സെയ്ദ് ബിൻ ഹാരിസ് എന്ന കുട്ടിയും ഉമ്മയും അവരുടെ മക്കയിലുള്ള വീട്ടിലാണുള്ളത്. അന്ന് അവിടെ നടന്ന സംഭവം ഒരു വലിയ കൊള്ളയായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു കൊള്ള സംഘം മക്കയിൽ വലിയ കൊള്ള നടത്തി. ധാരാളം ആളുകളുടെ സമ്പത്ത് അവർ അപഹരിച്ചു. ധാരാളം ആളുകളെ അവർ പിടികൂടി. ആ പിടിച്ചവരിൽ വലിയവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ സെയ്ദ് എന്ന കുഞ്ഞും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറെ നാള് കാത്തിരുന്നിട്ടൊരു കുട്ടി. ആ കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത അവസ്ഥ. ആ നേരത്താണ് ഇത് സംഭവിച്ചത്. ഇത് ആ കുടുംബത്തിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പിതാവ്, ആ കുടുംബം ഈ കുട്ടിയെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. പക്ഷേ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറെ നാള് കണ്ണുനീരും കൈയുമായിട്ട് അവർ കഴിഞ്ഞുകൂടി. വർഷങ്ങൾ പിന്നിട്ടു. അങ്ങനെ ഒരിക്കൽ ത്വായിഫിൽ നിന്നുള്ള ഒരു സംഘം ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തിയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തന്നെ ഈ കുട്ടി ഇന്ന തറവാട്ടിലെ കുട്ടിയാണല്ലോ ഇവർക്ക് മനസ്സിലായി. കുട്ടിയോട് പേര് ചോദിച്ചു. പേര് പറഞ്ഞു, എന്റെ പേര് സെയ്ദ് എന്നാണെന്ന് പറഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയില്ല. എവിടെയാണ് താമസം എന്ന് ചോദിച്ചപ്പോൾ ആ ഇരിക്കുന്ന ആളുടെ വീട്ടിലാണ്. അത് അൽ അമീൻ എന്ന പേരിൽ അവരൊക്കെ വിളിച്ചിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്ന് റസൂലുള്ളയായിട്ടില്ല, നബുവത്ത് ലഭിച്ചിട്ടില്ല. ഈ ആളുടെ വീട്ടിലാണ്, ആ ആളുടെ കൂടെയാണ് ഞാൻ താമസം എന്ന് കുട്ടി പറഞ്ഞു. അങ്ങനെ ഈ സംഘം അവരുടെ നാട്ടിലേക്ക് ത്വായിഫിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഹാരിസ് കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ നിധി, നിങ്ങളുടെ നഷ്ടപ്പെട്ട നിധി അതിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കഅബാലയ പരിസരത്ത് അവനെ കാണുകയും അവനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അവൻ എവിടെയാണ് അന്തിയുറങ്ങാറുള്ളത്, അവന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അത് കൃത്യമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തു. കേൾക്കേണ്ട താമസം ആ പിതാവും ആ പിതാവിന്റെ ഒരു സഹോദരനും കൂടി ഒരുപാട് സമ്പത്തുമായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ കുട്ടിക്ക് എത്ര കാശ് കൊടുത്താലും ആ കുട്ടിയെ വാങ്ങിയ, ഇപ്പോൾ അടിമയായി ഉപയോഗിക്കുന്ന ആൾക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും കൊടുത്തിട്ട് ഈ കുട്ടിയെ നാട്ടിലേക്ക്, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ ഒരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ. ഞങ്ങൾക്കുള്ള മുഴുവൻ സമ്പത്ത് ചെലവഴിക്കേണ്ടി വന്നാലും കുഞ്ഞിനെ വീണ്ടെടുക്കണം. അങ്ങനെ അവർ മക്കയിലേക്ക് ചെന്നു. ആ സംഘം നേരത്തെ മനസ്സിലാക്കി കൊടുത്ത ആ പ്രദേശത്ത് അന്വേഷിച്ചു. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. അൽ അമീറിനെ കണ്ടുമുട്ടി. പറഞ്ഞു, ഞങ്ങൾ ത്വായിഫുകാരാണ്. ത്വായിഫിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചാളുകൾ ഇവിടെ വന്നിരുന്നു. അവരിൽ നിന്ന് ഞങ്ങൾക്ക് സന്തോഷകരമായൊരു വിവരം കിട്ടി. വിവരം മറ്റൊന്നുമായിരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സന്തതി സെയ്ദ് നിങ്ങളുടെ കൂടെയാണെന്നും നിങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നും അറിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തരണം. ആ കുഞ്ഞിന് നിങ്ങൾ ചെലവഴിച്ച കാശ് എത്രയാണെങ്കിൽ അത് മാത്രമല്ല, എത്രയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത്രയും തരാൻ ഞങ്ങൾ തയ്യാറുണ്ട്.
എല്ലാം കേട്ടു. ഒരു പിതാവിന്റെ വേദന, ഒരു മാതാവിന്റെ വേദന, ഒരു കുടുംബാംഗത്തിന്റെ വേദന എത്രയാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. എല്ലാം കേട്ടതിന് ശേഷം മുത്തുനബി അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രതിഫലമായിട്ട് ഒന്നും നൽകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് സെയ്ദുമായിട്ട് സംസാരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ കൂടെ വരാൻ സെയ്ദ് തയ്യാറാണെങ്കിൽ നിരുപാധികം വിട്ടയക്കാൻ ഞാൻ ഒരുക്കമാകുന്നു. അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം സെയ്ദിനോട് ഇത് പറയുകയല്ലേ വേണ്ടു, അടിമയായിട്ട് ജീവിക്കേണ്ട, ഉടമയായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അവൻ എന്തായിരുന്നാലും വരും. ഇവർക്ക് അത് ഉറപ്പായിരുന്നു. സെയ്ദിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, മോനെ സെയ്ദേ, ഇതാരാണെന്ന് നിനക്കറിയോ? ഇത് നിന്റെ പിതാവാണ്. നിന്റെ കുഞ്ഞനാളിൽ നിന്നെ ചുമലിലേറ്റി നിനക്ക് താരാട്ട് പാടിത്തന്ന് നിന്നെ ഉറക്കിയിരുന്ന ബാപ്പയാണിത്. ഇത് നിന്റെ പിതാവിന്റെ സഹോദരനായ പിതൃവ്യനാണ്. ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞു കൊടുത്തു. പക്ഷെ കുഞ്ഞിന് ഒരു പ്രത്യേകമായ ഒരു വികാരമാറ്റമൊന്നും ഉണ്ടായില്ല. എല്ലാം കേട്ടുനിന്നു. ശേഷം പറഞ്ഞു, മോനെ നമുക്ക് വീട്ടിലേക്ക് പോകാം, തായിഫിലേക്ക് പോകാം, പോരുന്നില്ലേ? മകൻ പറഞ്ഞു, ഞാൻ പോരുന്നില്ല. ഞാൻ ഇന്ന് കഴിഞ്ഞുകൂടുന്ന എന്നെ സംരക്ഷിക്കുന്ന ആ പിതാവ്, അവരുടെ വീട്ടിൽ എനിക്ക് നല്ല ജീവിതമാണ്. അവരെ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ചരിത്രം അവിടെ നിൽക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ പിടിച്ചൊതുക്കുകയും അവരെ അടിമകളാക്കി മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ എന്തെല്ലാം ദുഷ്ചെയ്തികൾ ഉണ്ടോ അതൊക്കെ അവിടെ സുലഭമായിരുന്നു. എന്നാൽ റസൂലുള്ള വന്നിട്ട് ഇതിനെല്ലാം വിരാമം കുറിക്കപ്പെട്ടു. മനുഷ്യൻ ഒരിക്കലും കയ്യേറാൻ പാടില്ല. അന്യന്റെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല. മനുഷ്യൻ ഒരിക്കലും അവന്റെ വിശേഷ ബുദ്ധി നശിപ്പിച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ പാടില്ല, പെണ്ണ് പിടിക്കാൻ പാടില്ല, പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവനാകുന്നു. ഇങ്ങനെ ലോകത്തിന് പഠിപ്പിക്കേണ്ടുന്ന മഹത്തായ തത്വങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്തെ ഏറ്റവും വിശുദ്ധമായ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചെങ്കിൽ ആ റസൂലിനെ കുറിച്ച് പറയേണ്ടത്, റസൂലിനെ കുറിച്ച് പാടിപ്പുകഴ്ത്തേണ്ടത്, ഓർമ്മപ്പെടുത്തേണ്ടത് റബീഉൽ അവ്വലിന്റെ ഒരു പ്രത്യേകമായ കടപ്പാടാകുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല മജ്ലിസുകൾ സംഘടിപ്പിക്കുകയും റസൂലുള്ളാഹി അങ്ങനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. റസൂലുള്ള ഇവിടുത്തെ ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല, കേട്ടു തീർക്കാനും കഴിയില്ല. ചുരുക്കം മാത്രമേ ഞാൻ പറയൂ. ഒരു കാലഘട്ടത്തിൽ കറുത്തവരെ വളരെയേറെ മർദ്ദിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. 980 അവസാനത്തിൽ ഈ ലോകം ഒരു നല്ല ആശ്വാസത്തിന്റെ ശ്വാസം വിട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. 20-ലധികം വർഷം തടങ്കലിൽ പാർപ്പിച്ചിരുന്ന നെൽസൺ മണ്ടേല എന്നൊരാൾക്ക് വിമോചനം നൽകപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാരനായ ആ നെൽസൺ മണ്ടേല 1-ലധികം പതിറ്റാണ്ടുകൾ ജയിലിന്റെ ഇരുളിലായിരുന്നു. ഇവിടെ ഉദിച്ചുയരുന്ന സൂര്യനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടുത്തെ നിലാവ് ആസ്വദിക്കാൻ നെൽസൺ മണ്ടേലക്ക് കഴിയാതെ 10-20 വർഷം അതിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടി. അദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയോ? കറുത്തവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചു. കറുത്തവർക്ക് വെളുത്തവരെ പോലെ സ്വാതന്ത്ര്യം വേണം. അവരെ അടിച്ചമർത്തപ്പെടാൻ പാടില്ല. അവരാരുടെയും അടിമയല്ല. തൊലി കറുത്തത് ഒരു മനുഷ്യന്റെ തെറ്റല്ല. അതുകൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടരുത്, അവനെ മർദ്ദിക്കപ്പെടരുത്. മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം അവനും നൽകണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് കറുത്തവന് വേണ്ടി പാട്ട് രചിച്ചതിന്റെ പേരിൽ മാത്രം അയാളെ വർഷങ്ങൾ തടവിലാക്കപ്പെട്ടു. എന്നാൽ 980 അവസാനത്തിൽ ഈ നെൽസൺ മണ്ടേലക്ക് ആ ഭരണകൂടം വിമോചനം നൽകേണ്ടി വന്നു. അത്ര വലിയ പ്രതിഷേധം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നപ്പോൾ അവർ മോചിപ്പിച്ചു. അദ്ദേഹത്തിന് അന്ന് കൊടുത്ത ഗംഭീരം സ്വീകരണം അതിൽ പെട്ടിട്ട് പലരും മരണപ്പെടുകയുണ്ടായി. അത്രയും തിക്കും തിരക്കുമായിരുന്നു.
എന്റെ വിഷയം അതല്ല. ഈ കറുത്തവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദിച്ച നേതാവ് എന്ന നിലയിൽ ഈ മണ്ടേലയെ ലോകം ആദരിക്കുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുവരൂ. കറുത്തവർക്ക് വേണ്ടിയിട്ട് റസൂലുള്ള എന്തെങ്കിലും സംസാരിക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. അതുവരെ എല്ലാവരുടെയും കണ്ണിലുണ്ടിയായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. അല്ലമീൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്വീകാര്യനായ ഒരാൾ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 40-ാമത്തെ വയസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാകുന്നു, ഞാൻ അവന്റെ ദൂതനാകുന്നു എന്ന സത്യം തുറന്നു പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പ്രമാണിമാരൊക്കെ ശത്രുക്കളായി മാറി. 13 കൊല്ലക്കാലം വളരെ ഗുരുതരമായ രൂപത്തിൽ അവർ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. വളരെ വിഷമിച്ചു. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ 10 വർഷം പ്രവർത്തിച്ചു. അതിനിടയിൽ ബദറും ഉഹദും ഹുനൈനും ഖന്തക്കും ഒക്കെ നടന്നു. ഇതാ ഇപ്പോൾ ഫത്ഹ് മക്കയുടെ സമയമാണ്. മക്ക റസൂലുള്ളാഹിക്ക് കീഴടങ്ങിയ കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മക്കയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ അതുവരെ ശത്രുക്കളായി നിന്നവരൊക്കെ മാറി നിൽക്കുകയാണ്. അവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അവരവരുടെ വീടുകളിലും അതുപോലെ തന്നെ സുരക്ഷിത സ്ഥലത്തും ഒളിച്ച് മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി മക്കയിലേക്ക് വന്നു. കഅബാലയ പരിസരത്ത് വന്നു. അവിടെ നിർവഹിക്കാനുള്ള തവാഫൊക്കെ നിർവഹിച്ചു. അതിനുശേഷമായിട്ട് കഅബയുടെ തിരുമുറ്റത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ സമയത്ത് ഇതാ ആകാശ മധ്യത്തിൽ നിന്ന് സൂര്യൻ പടിഞ്ഞാറോട്ടൊരൽപ്പം തെറ്റിയിരിക്കുന്നു. ളുഹറിന്റെ സമയമായിരിക്കുന്നു. റസൂലുള്ളാഹി സദസ്സിലേക്ക് ഇങ്ങനെ തല ഉയർത്തി നോക്കി. എനിക്ക് ഈ കൂട്ടത്തിൽ ഒരാൾ ആവശ്യമുണ്ട്. അദ്ദേഹം ഇവിടെയുണ്ടോ, എവിടെയാണ് ഉള്ളത് എന്ന നിലയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തല ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, നബിയെ, എന്നെയാണോ അങ്ങ് തിരയുന്നത്? ആരാണ് സിദ്ദീഖ് എന്നറിയുമോ? ഒരാളും ഒപ്പമില്ലാത്ത സമയത്ത് എന്ന ഗുഹയിൽ മറ്റാരുമില്ലാത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനായിരുന്നു സിദ്ദീഖുൽ അക്ബർ. ഹിജ്റ എന്ന യാത്ര മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, ആരോടും പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോഴും സിദ്ദീഖുൽ അക്ബറിനോട് പറയണം, യാത്രയിൽ കൂട്ടുകാരനായി കൂട്ടണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ച ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ചോദിച്ചു, എന്നെയാണോ അങ്ങ് തിരയുന്നത് നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, താങ്കളെയല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആംഗ്യ രൂപത്തിൽ ചോദിക്കുന്നു, എന്നെ ആവശ്യമുണ്ടോ? അങ്ങ് നോക്കുന്നത് എന്നെയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് ആരാന്നറിയോ? ലൗ സലക ഉമർ ഫീ ഫജ്ജിൻ ലസലക ശൈത്താനു ഫീ ഫജ്ജിൻ ആഖർ. ഒരു വഴിയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതേ വഴിയിലൂടെ പിശാചിന് കടന്നു വരാൻ ഭയമാണ്. അത്രയും ഇബ്ലീസ് ഭയപ്പെടുന്ന മഹാനായ സ്വഹാബി കിസ്റയും കൈസറും ഉമർ തങ്ങളുടെ പേര് കേട്ടാൽ ഞെട്ടിവിറക്കും. അങ്ങനെയുള്ള ഉമർ തങ്ങൾ ചോദിക്കുന്നു, എന്നെ ആവശ്യമുണ്ടോ നബിയെ? താങ്കളെ ആവശ്യമുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ തിരയുന്നത് താങ്കളെയല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൂട്ടത്തിലുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. മഹാനബികൾ ചോദിക്കുന്നു, എന്നെയാണോ അങ്ങ് അന്വേഷിക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് ഒരു മകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവളുടെ മരണാനന്തരം രണ്ടാമത്തെ മകളെ കെട്ടിച്ചു കൊടുത്തു. ആ മകളും മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ഇനിയും എനിക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. മരുമകനായിട്ട് റസൂലുള്ളാഹിക്ക് പൂതി തീർന്നിട്ടില്ല. അങ്ങനെയുള്ള മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉസ്മാൻ തങ്ങൾ. എന്നെയാണോ അങ്ങ് അന്വേഷിക്കുന്നത്? അല്ല ഉസ്മാനെ, താങ്കളെയുമല്ല. അലി റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ സേവനം ആവശ്യമുണ്ടോ നബിയെ?
ഇപ്പോൾ താങ്കളെയല്ല ഞാൻ അന്വേഷിക്കുന്നത്, അലിയാരെന്നറിയോ? ദുൽഫിഖാർ വാളിന്റെ ഉടമയാണ്. മുറഹിബുമായി ഏറ്റുമുട്ടി വളരെ അങ്ങുമിങ്ങും ഏറ്റുമുട്ടി വളരെ കഴിഞ്ഞതിന് ശേഷം മുറഹിബിനെ മലർത്തിയടിച്ച ധീര കേസരിയായ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ. താങ്കളെയല്ല ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മറ്റൊരാളെയാകുന്നു. ഐന ഹബീബി ബിലാൽ, എന്റെ കൂട്ടുകാരനായ ബിലാൽ എവിടെയുണ്ട്? ബിലാലിനെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. ആരാണ് ബിലാൽ എന്നറിയുമോ? കറുകറുത്ത് കൂരിരുട്ടിനെ പരാജയപ്പെടുത്തുന്ന കറുപ്പിന്റെ ഉടമയായിരുന്നു. ആ ബിലാൽ എന്ന നീഗ്രോ വർഗക്കാരനായ സ്വഹാബിയോട് പറഞ്ഞു, കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് നിസ്കാരത്തിന്റെ അറിയിപ്പ് ബാങ്ക് കൊടുക്കണം. അതാ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനി ഒഴുകി വരുന്നു. കറുത്ത ശരീരമെങ്കിലും മധുരിമയാർന്ന ശബ്ദത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ശബ്ദം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഓരോ വാചകവും കഴിഞ്ഞതിന് ശേഷം മാത്രം നേരത്തെ പറഞ്ഞ പ്രമുഖരായ സ്വഹാബികളും ഇവിടെ അണിനിരന്ന ആയിരക്കണക്കായ സഖാക്കളും മുത്തുനബി പോലും ബിലാലിന്റെ വാചകം തീർന്നതിന് ശേഷം അത് ഏറ്റുപറയുന്നു. ഇന്നത്തെ ഈ സന്തോഷ ദിവസത്തിൽ, തന്റെ ജന്മനാടിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഇവിടത്തെ ദേശീയ ഗാനം പാടാൻ റസൂലുള്ള തെരഞ്ഞെടുത്തത് കറുത്ത വർഗക്കാരനായ ബിലാലിനെയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നെൽസൺ മണ്ടേലയ്ക്ക് 100 മാർക്ക് നൽകുന്ന നാം ലോകം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മാനദണ്ഡം പരിഗണിക്കുമ്പോൾ എത്രമേൽ മാർക്ക് നൽകേണ്ടി വരും? ഒന്നുകൂടി പറയട്ടെ, അടിമക്കച്ചവടം സുലഭമായി നടന്നിരുന്ന കാലഘട്ടമാണ്. നമ്മുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാം, അമേരിക്കയിലെ നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ലോകമെന്നും ആദരവോടുകൂടെ കാണുന്ന ചിന്തിക്കുന്ന ഒരു മഹാമനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൺ എന്നായിരുന്നു. എബ്രഹാം ലിങ്കനുള്ള പ്രത്യേകത, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അമേരിക്കക്കാർക്ക് ഒരു വാക്ക് കൊടുത്തു, എന്നെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്റെ ഈ പേന കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒപ്പുവെക്കുന്ന നിയമം അടിമക്കച്ചവടത്തിന് എതിരായ നിയമമായിരിക്കും, അടിമക്കച്ചവടം നിർത്തലാക്കിയ നിയമമായിരിക്കും എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. ഇത് കേട്ട് അമേരിക്കക്കാര് ഭൂരിഭാഗവും ഈ എബ്രഹാം ലിങ്കൺ വോട്ട് ചെയ്തു. അയാളെ വലിയ ഗംഭീരം ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു. അയാൾ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് നേരത്തെ പറഞ്ഞ ആ നിയമത്തിന്റെ ചുവട്ടിലായിരുന്നു. അടിമക്കച്ചവടം നിർത്തലാക്കിയിരിക്കുന്നു അമേരിക്കയിൽ. വളരെ സന്തോഷം, എല്ലാ അടിമകൾക്കും വളരെ വളരെ സന്തോഷം അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഒരു സുദിനം ഇതിന്റെ മുമ്പ് അമേരിക്ക കണ്ടിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു മറുവശമുണ്ടായിരുന്നു. അത് അപ്പോഴാണ് അവർക്ക് തിരിഞ്ഞത്. അഥവാ ഒരു അടിമ അയാളുടെ ജീവിതകാലം മുഴുവൻ ഉടമയോട് നല്ലതുപോലെ ജീവിച്ചു. ഉടമയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് കൃത്യമായി ജീവിതം നയിച്ചു. ഇങ്ങനെയുള്ള അടിമക്ക് പ്രായമായപ്പോൾ പല ഉടമസ്ഥരും എടുത്ത തീരുമാനം, ഇനി എന്റെ അടിമയെ ഞാൻ ഒരിക്കലും ജോലി ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല, അയാളെ ഞാനൊരു രാജാവായിട്ട് വളർത്തും, ശേഷിക്കുന്ന കാലം അയാൾ പണിയെടുക്കാതെ നല്ലതുപോലെ ജീവിക്കട്ടെ എന്ന നിലക്ക് പലരും അടിമകൾക്ക് സൗകര്യം ചെയ്തിരുന്നു. അതനുസരിച്ച് നല്ല മനുഷ്യരുടെ കീഴിൽ പാവപ്പെട്ട വയസ്സന്മാരായ അടിമകൾ ജീവിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ നിയമം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ട് വന്നു. കാരണം ഒരാൾക്കും ഒരു അടിമയെയും അടിമയായിട്ട് നിലനിർത്താൻ നിർവാഹമില്ല, എല്ലാവരെയും വിട്ടയക്കണം.
അതുകൊണ്ട് തന്നെ ഒരു മാസം അല്ലെങ്കിൽ അധികം കഴിഞ്ഞപ്പോൾ എബ്രഹാലിംഗന്റെ അടുക്കലേക്ക് ഈ പാവപ്പെട്ട വയസ്സന്മാരായ അടിമകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ നിയമം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടാണ് ഭവിച്ചത്. പോട്ടെ, അടിമകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ലോകം കണ്ട വലിയ നേതാവാണ് എബ്രഹാലിംഗൻ. എന്നാൽ ഈ രംഗത്ത് മുത്തുനബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറയട്ടെ, ഈ ഇരിക്കുന്ന മുത്തഅല്ലിമുകൾ ഓതുന്ന ഒരു കിതാബുണ്ട്, ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു കിതാബ്, അനുഗ്രഹീതമായ കിതാബാണ്. ആ കിതാബില് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര മാത്രമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അദബുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം പറയട്ടെ. ഒരാളും മറ്റൊരാളും കൂടി കണ്ടുമുട്ടിയാൽ പരസ്പരം സലാം ചെല്ലലും സലാം മടക്കലും അതൊരു നല്ല ആചാരമാണ്. സലാം പറയൽ സുന്നത്തെങ്കിൽ സലാം മടക്കൽ അത് നിർബന്ധമാണ്. ആ സലാം ചെല്ലിയതിന് ശേഷം മുസാഫഹത്ത് എന്നൊരു സുന്നത്തുണ്ട്. കയ്യും തമ്മിൽ ചേർത്ത് പിടിക്കൽ, ഹസ്തദാനം. കയ്യും തമ്മിൽ ചേർത്ത് പിടിച്ചാൽ മനസ്സും തമ്മിൽ അടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ആ മുസാഫഹത്ത് ചെയ്യൽ ശക്തമായ സുന്നത്താണെന്ന് ദീന് പഠിപ്പിക്കുന്നു. ഫത്ഹുൽ മുഈൻ അത് വിവരിക്കുന്നു. എന്നാൽ ഈ ഫത്ഹുൽ മുഈന്റെ മറ്റൊരു ഭാഗത്ത് കാണാം, ഒരാൾക്ക് മൂക്ക് ചീറ്റേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ നജസ് വൃത്തിയാക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ വരുമ്പോൾ അയാൾ ഉപയോഗിക്കേണ്ടത് അയാളുടെ ഇടത് കൈയാകുന്നു. എത്ര സൂക്ഷ്മമായിട്ടാണ് ഫത്ഹുൽ മുഈൻ ആ കാര്യം കൈകാര്യം ചെയ്തത്. എന്തുകൊണ്ട് വലത് കൈയല്ല ഇടത് കൈയാണെന്ന് ഫത്ഹുൽ മുഈൻ നമ്മെ പഠിപ്പിച്ചു? അതിന് കാരണം വലത് കൈ കൊണ്ട് മൂക്ക് ചീറ്റി അല്ലാഹു നമ്മയൊക്കെ അവന്റെ ഉത്തഖാകളിൽ ഉൾപ്പെടുത്തട്ടെ. വിമോചനം നൽകപ്പെടുന്ന, നരകത്തിൽ നിന്ന് വിമോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന ശുഭലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവസാനം ഞാൻ കൊണ്ടുവച്ചത്. അല്ലാഹു നമ്മെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആ ബാബിന്റെ ആദ്യ വരിയിൽ കാണാം, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു എന്ന സ്വഹാബി 30,000 അടിമകൾക്ക് വിമോചനം നൽകി. എത്ര? 30,000 അടിമകൾക്ക് വിമോചനം നൽകി. റസൂലുള്ളാഹിയുടെ ഒരൊറ്റ സ്വഹാബിയുടെ ഖിദ്മത്താണ് ഈ കേൾക്കുന്നത്. 30,000 അടിമകൾക്ക് വിമോചനം നൽകി. ഇങ്ങനെ ഓരോ സ്വഹാബിമാരെ എടുത്തു നോക്കിയാൽ അവരൊക്കെ ധാരാളം അടിമകളെ വിമോചിപ്പിച്ചവരാണ്. അപ്പോൾ ഈ രംഗത്തേക്ക് മുത്തുനബിയെ കൊണ്ടുവന്നാൽ, അടിമ വിമോചന രംഗത്ത് ലോകത്ത് ഏറ്റവും നല്ല സേവനം നൽകിയത് ആര് എന്ന ഒരു പരീക്ഷണം നടത്തിയാൽ, ഒരു പഠനം നടത്തിയാൽ അതിൽ ഒന്നാമത്തെ ആളായിട്ട് കാണാൻ കഴിയുക ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാകുന്നു. മല്ലം യർഹം സഗീറനാ വല യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ചെറിയ മക്കളെ കരുണയോടുകൂടെ കാണണം. അങ്ങനെ ചെയ്യാത്തവൻ വല യുവഖിർ കബീറനാ, വലിയവരെ ആദരിക്കുകയും വേണം. അങ്ങനെ ചെയ്യാത്തവൻ ഫലൈസ മിന്നാ, അവൻ എന്റെ സമൂഹത്തിൽപ്പെട്ടവനല്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ചെറിയ മക്കളോട് നല്ല കരുണയോടുകൂടെ പെരുമാറണം. ആരുടെ കുട്ടിയാണെങ്കിലും ശരി, അവനോട് നല്ലത് മാത്രമേ, നല്ല നിലക്ക് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. വലിയവരാണെങ്കിൽ അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള നിലപാട് മാത്രമേ പാടുള്ളൂ. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അത് എത്രമാത്രം ആവശ്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ തലമുറ നന്നായിട്ട് വളരേണ്ടതില്ലേ? ആ തലമുറയെ നന്നാക്കണമെങ്കിൽ ചെറിയ കുട്ടികളോട് കാരുണ്യത്തോടുകൂടെ പെരുമാറുകയും എന്നിട്ട് അവന് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ സമൂഹം നന്നായി തീരൂ. പ്രായം ചെന്നവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി തീരുമത്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പഠിപ്പിച്ചു, മല്ലം യർഹം സഗീറനാ വല യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. സ്ത്രീകളോടാണെങ്കിലോ
സ്ത്രീകൾ വളരെയേറെ ആദരിക്കപ്പെടുന്നവരാണ്, വളരെയേറെ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. ഒരു കാലഘട്ടം അന്ന് സ്ത്രീകളെ കുഴിച്ചു മൂടുന്ന കാലഘട്ടമായിരുന്നു. പ്രമുഖനായ ഒരു സ്വഹാബി, ആ സ്വഹാബിയോട് തന്റെ കൂട്ടുകാർ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന കാര്യം എന്താണെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം. ഒന്ന്, നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കരയിപ്പിക്കുന്ന അനുഭവം ഏതായിരുന്നു എന്നും ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം. ഇത് കേട്ടപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് ഓർക്കുമ്പോൾ ചിരി ഒരിക്കലും അടക്കി വെക്കാൻ കഴിയാത്ത ഒരു മഹാസംഭവമുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ പ്രതിമകൾക്ക് ഇബാദത്ത് ചെയ്തിരുന്ന കാലഘട്ടം ഓരോ കുടുംബത്തിലും ഓരോ വിധത്തിലുള്ള പ്രതിമകളായിരുന്നു. ചില വീട്ടിലുള്ള പ്രതിമകൾ സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. മറ്റു ചില വീടുകളിലെ പ്രതിമകൾ അത് വെള്ളി കൊണ്ടും വേറെ ചിലത് മരം കൊണ്ടുമായിരുന്നു. എന്നാൽ എന്റെ വീട്ടിലെ ആരാധ്യ വസ്തു ഈത്തപ്പഴം ഇങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയ പ്രതിമയായിരുന്നു. ആ പ്രതിമക്ക് ഒരു കൊല്ലക്കാലമാണ് ആയുസ്സുണ്ടാവുക. അടുത്ത കൊല്ലം പുതിയ ഈത്തപ്പഴം വിളയുമ്പോൾ അതുകൊണ്ട് പുതിയ ഒന്നിനെ നിർമ്മിക്കുന്നതോടുകൂടെ ഇതിന്റെ കാലാവധി കഴിഞ്ഞു. ആ സമയത്ത് ആ പുതിയതിനെ ആ സ്ഥാനത്ത് ഇരുത്തിയിട്ട് പഴയതിനെ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നൽകും. അന്നേരം ഞങ്ങൾ അതിനെങ്ങനെ തട്ടിക്കളിക്കും, അതിന്റെ കാല് പിടിച്ചു വലിക്കും, അതിന്റെ കൈ പിടിച്ചു വലിക്കും, മൂക്കുമേ തല്ലും. ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതിനായിരുന്നല്ലോ ഒരു കൊല്ലക്കാലം ഞങ്ങൾ സുജൂദ് ചെയ്തിരുന്നത്, ഇതിനോടായിരുന്നല്ലോ ഞങ്ങളുടെ ആവശ്യങ്ങൾ പോയിട്ട് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്ര വലിയ വിഡിത്തം ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ചിരി അമർത്താൻ കഴിയുന്നില്ല. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് പെൺകുഞ്ഞായപ്പോൾ ഞാൻ ആ കുട്ടിയുടെ തല പിടിച്ച് ഞെരിച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തി. അധികകാലം കഴിയുന്നതിന്റെ മുമ്പ് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതും പെൺകുഞ്ഞായിരുന്നു. അവളെയും ഞാൻ കൊല്ലാൻ കാരണം എന്റെ സമൂഹത്തിൽ എനിക്ക് തല താഴ്ത്തേണ്ടി വരും, അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ഗർഭത്തിലായ സമയത്ത് എനിക്കൊരു യാത്ര നടത്തേണ്ടതുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ രഹസ്യമായിട്ട് അവളുടെ ഗർഭം സൂക്ഷിക്കുകയും പ്രസവിച്ചപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീയെ ഏൽപ്പിക്കുകയും വളർത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. ആ സ്ത്രീ ആ കുഞ്ഞിനെ വളർത്തിയെടുത്തു. കുറച്ചു കാലം കഴിഞ്ഞു, എന്റെ ഭർത്താവ് ഞാൻ തിരിച്ചെത്തി. അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് അയൽക്കാരിയായ സ്ത്രീയുടെ കൂടെ അവളുടെ കുട്ടിയും വന്നു. ആ കുട്ടി എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം തോന്നി. അടുത്ത ദിവസവും വന്നു. ആ സ്നേഹം കൂടുതലായി. പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയോട് വിട്ടുപിരിയാൻ കഴിയാത്തൊരവസ്ഥ എന്നിലുണ്ടായി. ഇനി ഒരിക്കലും ആ കുട്ടി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് എന്റെ ഭാര്യ മനസ്സിലാക്കിയ സമയത്ത് അവൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്തെന്നറിയോ? അത് നിങ്ങളുടെ കുഞ്ഞാകുന്നു. ഇത് കേട്ടാൽ ഭർത്താവിന് വളരെ സന്തോഷം തോന്നുമെന്നാണ് ഭാര്യ മനസ്സിലാക്കിയത്. ആ സന്തോഷം പുറത്തേക്ക് കാണിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു കലിയുണ്ടായിരുന്നു, പകയുണ്ടായിരുന്നു. ഒരിക്കൽ എന്റെ ഭാര്യ വീട്ടിലില്ലാത്തൊരു സമയത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് തള്ളി. എന്നിട്ട് അവളുടെ ശരീരത്തിലേക്ക് മണലിങ്ങനെ കോരിയിട്ടു. മകള് പറഞ്ഞു, അവള് വിചാരിച്ചത് അബദ്ധത്തിൽ പിതാവിന്റെ കൈ തട്ടിയിട്ട് വീണത് ആയിരുന്നു എന്നാണ്. പക്ഷെ ആയിരുന്നില്ല. യാ അബീ ഖദ് ഖതൽതനി, പിതാവേ എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിച്ച് കരഞ്ഞ ഒരു രംഗമുണ്ട്. അത് ഓർക്കുന്ന സമയത്ത് എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. ഇത്രയും എന്നെ കരയിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. ഇങ്ങനെയായിരുന്നു ആ കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതോടുകൂടെ ആ അവസ്ഥകളൊക്കെ മാറി.
നാം ഏറ്റവും സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ നേതാവ് ഇബ്രാഹിം സഖാഫി അവർ വരുന്നു. അള്ളാഹു അവർക്ക് മഹാനവർക്ക് ദീനിയായ ഖിദ്മത്തിനും ദീനി പ്രചരണ പ്രബോധന രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇനി ഒട്ടും വൈകിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ഈ തുടങ്ങിയത് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുകൂടി പറയട്ടെ, കഅബാലയത്തെ ആഴ്ചയിൽ ഒരു ദിവസം തുറക്കലും ആവശ്യക്കാർക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകലും പതിവുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹത്തുൽ ഹജബി എന്ന മനുഷ്യനായിരുന്നു. എല്ലാ ആഴ്ചയും അയാൾ വാതിൽ തുറക്കും, ആവശ്യക്കാർക്ക് തുറന്നു കൊടുക്കും. റസൂലുള്ളാഹിയായതിനു ശേഷം അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അത്യാഗ്രഹത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോൾ ഇയാൾ ഒരിക്കലും അനുവദിക്കാറില്ല, പിടിച്ചു തള്ളൽ പതിവായിരുന്നു. പലവട്ടം ഇത് ആവർത്തിച്ചപ്പോൾ സഹി കെട്ടുകൊണ്ട് ഒരു ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉസ്മാൻ, ഉസ്മാനെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ കാര്യം എന്തെന്നറിയുമോ? തറ ഹാദൽ മിഫ്താഹ ഫി യമീനി ഹാദിഹി, താങ്കളുടെ കയ്യിലുള്ള ഈ കഅബാലയത്തിന്റെ താക്കോൽ ഒരു ദിവസം എന്റെ ഈ വലത് കയ്യിൽ ഇരിക്കുന്നത് താങ്കൾക്ക് കാണേണ്ടി വരും കേട്ടോ, ഓർത്തുകൊള്ളുക. നിങ്ങളുടെ കരത്തിൽ മാത്രം ഇരുന്ന് കറങ്ങുന്ന ഈ താക്കോലുണ്ടല്ലോ, അതൊരു ദിവസം എന്റെ വലത് കയ്യിൽ ഇരിക്കുന്നത് താങ്കൾ കാണും, ഉറപ്പ്. ഇത് പറഞ്ഞപ്പോൾ ഉസ്മാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞു, അന്നത്തെ ദിവസം ഞാൻ ഏറ്റവും നിന്ദ്യനായിരിക്കുമല്ലേ, തല ഉയർത്താൻ കഴിയാതെ ഇളിഭ്യനായിട്ട് നിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും ഇല്ലേ മുഹമ്മദ് നബി പറഞ്ഞു, ഇല്ല ഒരിക്കലുമല്ല, മാന്യതയോടുകൂടെയല്ലാതെ അമാന്യമായിട്ട് താങ്കളോട് പെരുമാറില്ല, വാക്കുകൊടുത്തു. കാലഘട്ടം മുന്നോട്ട് നീങ്ങി. നേരത്തെ പറഞ്ഞ ഹിജ്റയും അതിനുശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ നടന്നു. ഇതാ ഫത്ഹ് മക്കയുടെ ദിവസം റസൂലുള്ളാഹിയും സ്വഹാബത്തും കഅബയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിർവഹിക്കേണ്ട തവാഫൊക്കെ നിർവഹിച്ചതിന് ശേഷം കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കടക്കണം. അതിന്റെ താക്കോല് സൂക്ഷിപ്പുകാരൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും കാണാനില്ല. ആരോ പറഞ്ഞു, ഈ മലയുടെ മറുഭാഗത്ത് ഒളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മലയുടെ അപ്പുറത്ത് ഉസ്മാൻ ഇബ്നു ത്വൽഹത്തുൽ ഹജബി ഇരിക്കുന്നുണ്ട്. അയാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് കഅബാലയത്തിന്റെ താക്കോല് തരാൻ ആവശ്യപ്പെടണം. അത് അയാൾ നൽകിയാൽ കഥ അവിടെ അവസാനിച്ചു. അത് നൽകിയില്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു പ്രയോഗം മാത്രം നടത്താം, അതിന്റെ അപ്പുറം നടത്താൻ പാടില്ല. റസൂലുള്ളാഹിയുടെ കൽപ്പന അനുസരിച്ച് അലി റളിയല്ലാഹു അൻഹു ഇതാ ആ ഉസ്മാനിനെ അന്വേഷിച്ചു ചെന്നു, കണ്ടെത്തി. ഉസ്മാനോട് പറഞ്ഞു, കഅബാലയത്തിന്റെ താക്കോല് തരണം. റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ഈ താക്കോല് മറ്റൊരാളിലേക്ക് കൈമാറുന്ന താക്കോലല്ല, ഇത് തലമുറയായി ഞങ്ങൾ തന്നെ സൂക്ഷിച്ചു വരുന്ന താക്കോൽ, ഇത് ചോദിക്കരുത്, അത് കിട്ടില്ല. അലി പറഞ്ഞു, അത് നൽകലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്കത് വാങ്ങേണ്ടി വരും. കാര്യത്തിന്റെ പോക്ക് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ ഉസ്മാൻ ആ താക്കോല് അലിയിലേക്ക് കൈമാറി. അലി അത് വാങ്ങിക്കൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെന്നിട്ട് താക്കോല് കയ്യിൽ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ കഅബയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. കഅബാലയം തുറന്നു. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വാതിലിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തള്ളിമാറ്റപ്പെട്ടിരുന്ന മുത്തുനബി ആ താക്കോല് കൊണ്ട് കഅബാലയം തുറന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ നിർവഹിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. എന്നിട്ട് പുറത്തേക്ക് കടന്നു. താൻ ഒന്നിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നവരെ പുറത്തേക്കാക്കി. എന്നിട്ട് കഅബാലയത്തിന്റെ വാതിലടച്ചു. എന്നിട്ട് ആ താക്കോല് കൊണ്ട് അത് ഭദ്രമായിട്ട് പൂട്ടി. എല്ലാവരും ആ താക്കോലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം റസൂലുള്ളാഹി ചോദിച്ചു, ഐന ഉസ്മാൻ, ഈ താക്കോല് സൂക്ഷിച്ചിരുന്ന ഒരു ഉസ്മാൻ ഉണ്ടല്ലോ, അയാൾ എവിടെ പോയി? അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരുന്നത് ആലില പോലെ വിറച്ചുകൊണ്ടായിരുന്നു. എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള നടന്നു നീങ്ങലാണത്, അവസാന നടത്തമാകാനും സാധ്യതയുണ്ട്. റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു പേടിച്ചരണ്ടുകൊണ്ട്.
റസൂലുള്ളാഹി എല്ലാവരും കാണുന്ന രൂപത്തിൽ ആ കഅബാലയത്തിന്റെ താക്കോല് ഉസ്മാനിലേക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞത് ഹാക്ക ഖാലിദത്തൻ താലിദത്തൻ എന്നായിരുന്നു. ഈ താക്കോൽ ഉസ്മാനെ പിടിക്കൂ, ഇത് നീ മാത്രമല്ല നിന്റെ പരമ്പര തലമുറയായി സൂക്ഷിക്കേണ്ട താക്കോലാകുന്നു. ഇങ്ങനെയുള്ള മുത്തുനബി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരിക്കലും കലഹപ്രിയനായിരുന്നില്ല, യുദ്ധക്കൊതിയനായിരുന്നില്ല. അനിവാര്യ ഘട്ടത്തിൽ യുദ്ധം ചെയ്തപ്പോൾ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ മർദ്ദിക്കരുത്, പാവപ്പെട്ടവ ബലഹീനരായ ആളുകളെ തൊട്ടുപോകരുത്, ഇങ്ങോട്ട് വാളെടുത്ത് വരുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ യുദ്ധമര്യാദ കൃത്യമായിട്ട് പഠിപ്പിച്ച മുത്തുനബിയാണ്. ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന്റെ ഉടമയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ആ മുത്തുനബിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വചനത്തിൽ ഈ ഇജ്തിമാഇന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു. ഞാൻ നിർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.